ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇപ്പം രാവിലെ ഒരു 6:30 ആയിട്ടുണ്ടായിരിക്കും സമയം. അപ്പം ഞാൻ ഇന്നലെ തന്നെ ഞാനൊരു 2 ദിവസമായിട്ട് ഒരു പുതിയ ഹാബിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. ഇത് ഞാനൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് മുതൽ ഒരു ബനാന ഓട്സ് സ്മൂത്തി കുടിച്ചാണ് രാവിലെ ആലോചിക്കുന്നത്. അപ്പം എനിക്ക് ആദ്യം പോയിട്ട് അത് എടുക്കണം. അപ്പം ഞാൻ എന്തായാലും പരിപാടി നോക്കട്ടെ. എനിക്ക് കാറിൻ്റെ പ്രാക്ടീസിന് പോകണം. അതിനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വീട്ടിൽ വന്നതുകൊണ്ട് വീട്ടിലാണ് ഇനി കുറച്ച് ദിവസം ഉണ്ടാവുക. അപ്പോൾ കാറിൻ്റെ ഡ്രൈവിങ് എനിക്ക് ലൈസൻസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ കാർ ഡ്രൈവിങ് പ്രാക്ടീസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ 8:30-ക്കാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് അവിടെ എത്തണം. അതാണ് ഞാനിപ്പോൾ 6:30-ക്ക് എണീറ്റ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട പരിപാടി വെച്ചിപ്പോൾ തന്നെ 6:30 ഇപ്പോൾ എനിക്ക് ഞാൻ ഷൂട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റതാണ്. അല്ലെങ്കിൽ ഇത്ര നേരത്തെ ഒന്നും എനിക്കില്ല. ഇപ്പോൾ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടല്ലോ, ഞാൻ സ്മൂത്തി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിനൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റിട്ട് മെസ്സേജ് ചെയ്യട്ടെ കേട്ടോ. പോയിട്ട് ഞാൻ വേഗം പോയിട്ട് ബോഡി വാഷ് മാത്രം ചെയ്തിട്ട് വന്നു. ഹെയർ വാഷ് ചെയ്തില്ല, കാരണം ഇന്നലെ ഞാൻ ഹെയർ വാഷ് ചെയ്തായിരുന്നു. അതുകൊണ്ട് അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്കിൻ കെയർ ചെയ്യട്ടെ, എന്നിട്ട് പോയിട്ട് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനൊരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് എന്ത് വെച്ച് ചെയ്യണം? ടോണർ മറക്കരുത്, ടോണർ. ഞാൻ ഈ ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ സൂപ്പർ ഗ്ലോ പോർ ടൈറ്റനിങ് ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ വീഡിയോ മറ്റേ സ്മിത്ത് ആൻഡ് ഹോളിൽ അതിൽ നിന്ന് വാങ്ങിച്ച ടോണറാണ്. നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് മര്യാദയ്ക്ക് അത് പിടിക്കും. അതിന് മുന്നേ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വയ്ക്കാം. ഇനി കുറച്ച് നേരം കാറ്റ് കൊള്ളാനിരിക്കുക. അതിനുശേഷം ഞാൻ ഈ ഏതിൻ്റെ ആയിരുന്നു ഇത്? ലോറിയലിൻ്റെ ഈ ഹൈലറോണിക് സെറമാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ശരി, ഞാൻ അത് കുറച്ചായി ഉപയോഗിച്ചിട്ട് ഞാൻ മറ്റേത് ഇടാറുണ്ടായിരുന്നു, ഗുഡ് വൈബ്സിൻ്റെ. പിന്നെ ഞാൻ രാത്രിയിലേക്ക് ആക്കിയിട്ട് ഇതിനെ പകലിടാമെന്ന് വിചാരിച്ചു. ഇതും ഈ പറഞ്ഞ പോലെ ഒന്നിങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. എൻ്റെ മുടി കണ്ടിട്ട് പലമായിട്ടിരിക്കുക മുടി. അതാദ്യം സെറ്റാക്കണം. എൻ്റെ മോയ്സ്ചറൈസർ കഴിയാറായി ഗൈസ്. മലയാളി തിങ്സ്. നമ്മൾ അതിൻ്റെ ആത്മാവ് വലിച്ചെടുത്തിട്ടേ ഇത് കളയാൻ പാടും. ഓക്കെ, എത്തുന്നില്ല കേട്ടോ. ഇതിൻ്റെ ആത്മാവ് ഏകദേശം തീർന്നു എന്ന് എനിക്ക് തോന്നുന്നേ. അതൊക്കെ മതി. എൻ്റെ സ്കിൻ അങ്ങനെ ഡ്രൈ അല്ല, എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. വലിയ പ്രശ്നമില്ല. എന്നാലും ഞാൻ ഒലയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ് കാലങ്ങളായിട്ട്. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ സൺസ്ക്രീൻ അത്യാവശ്യം ഓയിലി ഡ്യൂയി പോലെ നിൽക്കുന്ന സൺസ്ക്രീനാണ്. അതുകൊണ്ട് വലിയ സീനില്ല. ആൻഡ് എൻ്റെ സൺസ്ക്രീൻ ഇതാണ്, ഡോക്ടർ റാഷേലിൻ്റെ സൺസ്ക്രീൻ. ഇതിൽ SPF 50 PA++ ആണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഈ സൺസ്ക്രീൻ ഇത് ഭയങ്കര എന്താ പറയുക, ഒരുപാട് കാലം നിൽക്കും ഗൈസ്. കാരണം ഇത് ഇത്തിരി എടുത്താൽ തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ മുഖത്ത് നിൽക്കും. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ. 2 ഫിംഗറോളം ഞാൻ എടുത്തിട്ടേ ഇല്ല. അതെങ്ങാനും എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ടൈം അതിനായിട്ട് പോകും. അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലപോലെ പറ്റും തോന്നുന്നു. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര ഒരു ഇതുണ്ട്. ഞാൻ ഇത്ര എടുത്തപ്പോൾ തന്നെ എനിക്ക് ഇത്രയും പ്രൊഡക്റ്റ് കിട്ടും. അത് ക്രിസ്മസ് ഒപ്പം പോലെ ആയിപ്പോയി. ഇപ്പം
കാണുന്ന വൈറ്റ് കാസ്റ്റ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറുതെ തോന്നലാണ്. ഒറ്റ സെക്കൻഡിൽ അത് അബ്സോർബ് ആയി പൊക്കോളും. ഡോണ്ട് വറി, പെട്ടെന്ന് അബ്സോർബ് ആവും. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലോ കിട്ടും. അതായത് പറഞ്ഞൊരു ഡ്യൂയി ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. ഇതിൽ ഡ്യൂയി എന്നൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ ഡ്യൂയി എഫക്റ്റ് നമ്മുടെ സ്കിൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓയിലി ആയിട്ട് കാണാം. കണ്ടോ എൻ്റെ ഇവിടേക്ക് ഒരു തിളക്കം കണ്ടോ, ആ ഒരു എണ്ണമീക്ക് പോലെ, അതാണ് സംഭവം. പിന്നെ ഞാൻ ഇട്ട് അത്രയും കൂടെ ആയിട്ടില്ലല്ലോ. ഇനി മുടി ഒന്ന് സെറം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ താഴെ പോയി സ്മൂത്തി ഉണ്ടാക്കും. എന്നിട്ട് അത് കുടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി മേക്കപ്പ് ഒന്നുമില്ല, ചെറുതായിട്ടൊരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്ത് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഹെയർ സെറം ഇടാം. ഒരു ഹറിബറി ആയിട്ടായിരിക്കും കേട്ടോ, കാരണം രാവിലെ സമയം ഒട്ടുമില്ല. ഞാൻ എത്ര നേരത്തെ ഇട്ടാലും എൻ്റെ സമയം എനിക്ക് കിട്ടില്ല. എനിക്ക് എന്നെക്കൊണ്ട് നേരത്തെ ഇറങ്ങി പറഞ്ഞിട്ടില്ല ഗൈസ്. ഇപ്പം നമ്മൾക്ക് ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് അധികം പണിയുണ്ട്. ഞാൻ അത് മുഴുവൻ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്, പക്ഷെ ചെയ്ത് തീർക്കാമെന്നും തോന്നുന്നു. അപ്പം അതും കൂടെ ചെയ്യണം. അപ്പം ഞാൻ സെറം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മുടി എൻ്റെ ഡീടാങ്കിൾ ചെയ്യാൻ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഈ കോമ്പ് എടുത്തിട്ട് ഡീടാങ്കിൾ ചെയ്യാം. നീട്ടയിലാക്കി കെട്ടി വയ്ക്കാം. തൽക്കാലം ഇത് വെച്ച് കേട്ടാം. പിന്നെ ഞാൻ പോണിറ്റയിലല്ല കേട്ടോ അവിടെ, ഞാൻ ഇങ്ങനെ ഒരു ബണ്ണിട്ട് വെക്കാൻ പോവാം. എനിക്ക് ആ സെറം അവിടെ കിടന്ന് പിടിക്കട്ടെ. ഓക്കെ, അപ്പം എന്താ പറയാ, സ്കിൻ കെയർ കഴിഞ്ഞു മോർണിംഗ്. അപ്പം എൻ്റെ ടു-ഡു ലിസ്റ്റ് എവിടെ? ഇതെനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ. അതായത് ഓരോന്ന് ഞാനിപ്പോൾ ഇതിൽ മോർണിംഗ് സ്കിൻ കെയറിന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ടിക്ക്. ഇനി എന്താ, പിന്നെ മോർണിംഗ് ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൺഗോയിങ് ആണ്, കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ മാത്രം ഞാൻ ചെയ്യാം. പിന്നെ ഓക്കെ, പിന്നെ ഒരെണ്ണം ഞാൻ രാത്രി ഇരുന്ന് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. ബൈ ബൈ. ഞാൻ രാവിലെ എൻ്റെ സ്കിൻ കെയർ വെച്ച് നിർത്തിയതെന്ന് എനിക്കറിയാം. പിന്നെ നല്ല മഴയായിരുന്നു, കുറേ സംഭവമുണ്ട്. എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല വ്ലോഗ്. അതേപോലെ എന്നെ കുറച്ച് ഡിഫറെൻ്റ് ആവും ചേച്ചി. അതേപോലെ എന്തായിരുന്നു, എൻ്റെ ഫോണിൻ്റെ ചാർജറിൻ്റെ ആ അഡാപ്റ്റർ മേലിന് താഴേക്ക് വീണിട്ട് അതിൻ്റെ കാര്യം തീരുമാനമായി. ഇപ്പം എനിക്ക് അതിൻ്റെ ചാർജിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ പുതിയത് വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിപ്പോയി. അമ്മയെ കാണാൻ വേണ്ടി പോവാണ്. കുറച്ച് ഞാനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ജിത്തു ഉണ്ട്. ജിത്തുനെ കാണിക്കാൻ പാടില്ല. എനിക്ക് 1 മില്യൺ അടിക്കുമ്പോൾ അവൻ തല കാണിക്കാന്നാ പറഞ്ഞേ. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്.
വല്ല ഫിഷും കിട്ടുമോ നോക്കട്ടെ. വീട്ടിൽ കൊണ്ടുപോകാൻ